നിറക്കൂട്ട് വ്ളോഗ്സ് ഇന്ന് ഒരു വെയിറ്റ് ലോസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചോറിന് പകരം എന്ത് കഴിക്കുമെന്നോർത്ത് ആലോചിച്ച് തളർന്നിരിക്കുന്നവരാണോ നിങ്ങൾ? അതോ ചപ്പാത്തിയും ഓട്സും മാറി മാറി കഴിച്ച് മടുത്തിരിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. വെയിറ്റും കുറയ്ക്കാം, ഷുഗറും കുറയ്ക്കാം, പല പ്രയോജനങ്ങളുമായിട്ട് ഒരു വെയിറ്റ് ലോസ് റെസിപ്പി. വയറ് നിറയെ ആഹാരവും കഴിക്കാം, എന്നാൽ വെയിറ്റും കൂടില്ല. അങ്ങനെയെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ? ഇത്ര സാധനങ്ങൾ മാത്രമല്ല കേട്ടോ, ഇനിയും സാധനങ്ങൾ വരാനുണ്ട്. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ കൂടുതൽ കഴിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ഇതിലുണ്ട്. അപ്പോൾ പിന്നെ നിറക്കൂട്ട് വ്ളോഗ്സിനൊപ്പം റെസിപ്പിയിലേക്കങ്ങ് കടക്കാം. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ വെയിറ്റ് ലോസ് സലാഡ് എങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് ഉപ്പിട്ട് വേവിച്ച ചോളമാണ് ഇട്ട് കൊടുക്കുന്നത്. 3 പീസ് ചോളമാണ് എടുത്തിട്ടുള്ളത്. ചോളം വേവിക്കാതെ വേണമെങ്കിലും എടുക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടാനുസരണം വേവിച്ചോ വേവിക്കാതെയോ ചോളം ഈ ഒരു റെസിപ്പിക്ക് എടുക്കാവുന്നതാണ്. ഉപ്പിട്ട് വേവിച്ച വെള്ളക്കടലയാണ് ഒരു ബൗൾ എടുത്തിരിക്കുന്നത്. കടല വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്. 2 സവാള ചെറുതായി അരിഞ്ഞെടുത്തത് കൂടി ഇട്ടോളൂ. അടുത്ത നമ്മുടെ മെയിൻ ഒരു ഐറ്റമാണ് കേട്ടോ, ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഒരു സലാഡ് വെള്ളരി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു നാരങ്ങയുടെ ജ്യൂസാണ് എടുക്കുന്നത്. ഒരു നാരങ്ങ പിഴിഞ്ഞെടുത്തത് അതിൽ ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ പാകാനുസരണം ഇടണം കേട്ടോ. കുറച്ച് കാശ്മീരി ചില്ലി കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കളർഫുൾ ആയിട്ടുണ്ടല്ലേ, ഇനിയും കുറച്ച് സാധനങ്ങളൂടെ ചേർത്ത് നന്നായി കളർഫുള്ളാക്കാം നമുക്ക്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോളത്തിലും കടലയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് മറ്റ് വെജിറ്റബിൾസിൻ്റെ പാകത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതിയാകും. ഇവയെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ബാക്കി സാധനങ്ങളൂടി നമുക്കിത് ചേർക്കാവുന്നതാണ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി വെജിറ്റബിൾസ് കൂടി ഇതിൽ ചേർക്കാം. ഒരു ബൗള് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് കൂടി ചേർക്കുന്നുണ്ട്. 1/2 ബൗള് ക്യാബേജ് ചെറുതായി അരിഞ്ഞത് കൂടി ചേർക്കുന്നു. ക്യാബേജ് ക്വാണ്ടിറ്റി കുറച്ചാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി അതിലേക്ക് 3 തക്കാളി കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ചെറിയ തക്കാളി ആയതുകൊണ്ട് 3 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയ തക്കാളി ആണെങ്കിൽ 2 ആയാലും മതി. ഇപ്പോൾ ഏകദേശം കളർഫുൾ ആവാനായിട്ടുള്ള ഐറ്റംസ് എല്ലാം എത്തിക്കഴിഞ്ഞു. കുറച്ച് മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇവയൊന്ന് ഇളക്കി യോജിപ്പിക്കണം. എൻ്റെ ബൗൾ ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്, അങ്ങനെ 2 സ്പൂൺ ഉപയോഗിച്ച് ഞാൻ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നു. വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ കഴിയും. പകുതി ഒന്നിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ബാക്കി കൂടി ചേർക്കുകയാണ്. വെയിറ്റ് ലോസിന് ആവശ്യമായിട്ടുള്ള സലാഡ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഈ ഒരു സമയത്ത് ഉപ്പ് കൂടി നോക്കുക. പാകത്തിന് ഉള്ള ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാവുന്നതാണ്. ഒലീവ് ഓയിൽ കഴിക്കുമെന്നുള്ളവർക്ക് ഒലീവ് ഓയിലും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒലീവ് ഓയിലൊന്നും ചേർക്കുന്നില്ല. വലിയൊരു ബൗളിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഡെക്കറേഷനായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി കൂടി മുകളിൽ വിതറുന്നുണ്ട്. മാത്രമല്ല കുറച്ച് ഉപ്പ് കൂടി തൂക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുമല്ലോ ഈ ഒരു റെസിപ്പി. എല്ലാം തന്നെ വളരെ കലോറി കുറഞ്ഞ സാധനങ്ങളാണ് ഈ ഒരു സലാഡിനായിട്ട് എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വെയിറ്റ് കുറയുന്നതിനും ഹെൽത്തി ആയിട്ടിരിക്കുന്നതിനും ഈ ഒരു സലാഡ് സഹായിക്കും. വയറ് നന്നായിട്ട് ഫില്ലാവുകയും ചെയ്യും, എന്നാൽ വെയിറ്റും വയ്ക്കില്ല. അതാകുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ അങ്ങ് കഴിക്കാമല്ലോ. എൻ്റെ മക്കൾക്ക് വെയിറ്റ് വെക്കുന്നതിനേക്കാളും വെയിറ്റ് കുറയ്ക്കുന്ന സാധനങ്ങൾ കഴിക്കാനാണ് വലിയ ഇഷ്ടം. ഞാനിവിടെ തയ്യാറാക്കുമ്പോഴേ 2 പേരും വന്ന് കാവൽ നിൽക്കുകയായിരുന്നു കഴിക്കാൻ. അപ്പോൾ 2 പേർക്കും 2 ബൗളിലായിട്ട് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 1 മാസം ഈ ഒരു റെസിപ്പി കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. മറ്റ് വെയിറ്റ് ലോസ് റെസിപ്പിക്കായി പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.